1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അതുപോലെ നിസ്കാരത്തിനും വേണ്ടി നിർത്തും. ഹബീബായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് അസ്സഫറു ഖിത്അത്തുൻ മിൻ അദാബ്. യാത്ര എന്ന് പറയുന്നത് ഒരുതരം അദാബാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് ഒരുപാട് ഇളവുകൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നൽകിയിട്ടുണ്ട്. 5 നേരം നമ്മൾ നിസ്കരിക്കുന്നത് 3 നേരമായി ചുരുങ്ങുന്നു. അത് യാത്രക്കാർക്കുള്ള ഇളവാണ്. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നു. അവ ഈ പറയപ്പെട്ട രൂപത്തിലായിരിക്കും നമ്മുടെ യാത്രയിലുള്ള നിസ്കാരങ്ങൾ ഇനി ഉണ്ടാവുക. ഹലാലായ യാത്ര ചെയ്യുന്ന 2 മർഹലയിൽ അപ്പുറം 132 കിലോമീറ്ററിലധികം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ പറയപ്പെട്ട രൂപത്തിൽ നിസ്കരിക്കാനുള്ള അവസരം ഉണ്ട്. അതിന് ജംഉം ഖസ്റും എന്നാണ് പറയുക. ജംഅ എന്ന് പറഞ്ഞാൽ രണ്ടാലൊരു സമയം ഒരുമിച്ച് നിസ്കരിക്കുക. രണ്ടാലൊരു സമയം, ഒന്നെങ്കിൽ ളുഹറിന്റെ സമയത്ത് അസർ കൂടി ളുഹറിന്റെ കൂടെ നമ്മൾ നിസ്കരിക്കുന്നു, അതല്ലെങ്കിൽ ആ ളുഹർ നിസ്കാരത്തെ അസറിന്റെ കൂടെ ഒരുമിച്ച് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ കൂടെ ഇശാ കൂടി ചേർത്ത് നിസ്കരിക്കുന്നു. ആ രൂപത്തിലൊക്കെ നിസ്കരിക്കുന്നതിനാണ് ജംഅ എന്ന് പറയുന്നത്. ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്ക. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കുന്നതിന് ഖസ്ർ എന്നും പറയപ്പെടുന്നു. ജംഅ അനുവദനീയമായിട്ടുള്ള നിസ്കാരങ്ങളാണ് ളുഹർ, അസർ, മഗ്രിബ്, ഇശാ. ഈ 4 നിസ്കാരങ്ങൾക്കാണ് ജംഅ അനുവദനീയമായിട്ടുള്ളത്. സുബഹി നിസ്കാരത്തിന് ജംഅ അനുവദനീയമല്ല. സുബഹിന്റെ വാങ്ങു കൊടുത്താൽ യാത്രയിലാണ്, ളുഹറിലേക്ക് ജമ്പ് ചെയ്യാൻ പറ്റൂല. ബാങ്ക് കൊടുത്താൽ ഖളാ ആകുന്നതിന് മുൻപ് വേഗം നിസ്കരിക്കണം. ളുഹർ, അസർ, ളുഹറിനെ അസറിലേക്ക് മുന്തിക്കാം, അതുപോലെ പിന്തിക്കാം. അസറിനെ ളുഹറിലേക്ക് മുന്തിക്കാം, ളുഹറിനെ അസറിലേക്ക് പിന്തിക്കാം. 2 രൂപത്തിലായാലും കുഴപ്പമില്ല. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ളുഹറിനെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല ആ ളുഹർ നിസ്കാരത്തെ അസറിന്റെ സമയത്തേക്ക് മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ളുഹറിന് ഇറങ്ങുന്ന സമയത്ത് ആ ളുഹർ നിസ്കാരത്തിന്റെ കൂടെ തന്നെ അസർ കൂടി ചേർത്തി നിസ്കരിക്കുന്നു. ഇനി മഗ്രിബും ഇതേ രൂപത്തിൽ മുന്തിക്കാം, പിന്തിക്കാം. അസറിനെ മഗ്രിബിലേക്കോ മഗ്രിബിനെ അസറിലേക്കോ മുന്തിക്കാനോ പിന്തിക്കാനോ കഴിയില്ല. വേഗം മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ, ളുഹർ, അസർ എളാപ്പന്റെ മക്കളാണ് എങ്കിൽ മഗ്രിബ്, ഇശാ എളാപ്പന്റെ മക്കളല്ല, അത് മുത്താപ്പന്റെ മക്കളാണ്. അപ്പൊ രാത്രിയിലുള്ള നിസ്കാരം വേറെ, പകലുള്ള നിസ്കാരം വേറെ. അതിനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് യോജിപ്പിക്കാൻ കഴിയില്ല. ഖസ്ർ അനുവദനീയമായിട്ടുള്ള നിസ്കാരങ്ങളാണ് ളുഹർ, അസർ, ഇശാ. സുബഹി നിസ്കാരത്തിനും മഗ്രിബ് നിസ്കാരത്തിനും ഖസ്ർ അനുവദനീയമല്ല. മഗ്രിബ് പൂർണ്ണമായും 3 റക്അത്ത് നിസ്കരിക്കണം. സുബഹിയും അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. അതിനെ ചുരുക്കാൻ കഴിയില്ല. ഇനി ഈ ജംഅ തന്നെ 2 രൂപത്തിലുണ്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ജംഉ തഖ്ദീം, മുന്തിച്ച് ജംആക്കുക, അതുപോലെ ജംഉ തഅഖീർ, പിന്തിച്ച് ജംആക്കുക. ഇവ നമ്മളിവിടെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ളുഹറിന്റെ സമയത്താണ്. അപ്പൊ നമ്മൾ ളുഹർ നിസ്കരിക്കുമ്പോൾ അസർ കൂടി ളുഹറിന്റെ കൂടെ ചേർത്തിട്ടായിരിക്കും നിസ്കരിക്കുക. അപ്പൊ അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 4 ഷർത്തുകളാണ്. ഒന്ന്, ആദ്യത്തെ നിസ്കാരം ആദ്യം നിർവഹിക്കുക. ആദ്യം ളുഹർ നിസ്കരിക്കുക. ഈ ളുഹർ, അസർ എന്നുള്ളത് ഉദാഹരണമാണ്. മഗ്രിബ്, ഇശാ ഇത് രണ്ടിലും ഈ പറയപ്പെട്ട രൂപത്തിലാവാം. അപ്പൊ ആദ്യത്തെ നിസ്കാരം വേണം ആദ്യം നിസ്കരിക്കാൻ. ആദ്യം ളുഹർ നിസ്കരിക്കുക, അല്ലെങ്കിൽ ആദ്യം മഗ്രിബ് നിസ്കരിക്കുക, എന്നിട്ട് വേണം ഇശാ നിസ്കരിക്കാൻ. രണ്ടാമത്തെ ഷർത്ത്, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ
അടുത്ത നിസ്കാരം നിർവഹിക്കണം. ഇപ്പൊ ളുഹർ നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞു. നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് ഒന്ന് ചായ കുടിച്ചിട്ടൊക്കെ വരാൻ തോന്നി, അല്ലെങ്കിൽ ഇപ്പൊ ചോറ് വെച്ചിട്ട് ബാക്കി അസർ നിസ്കരിക്കാം, പറ്റുമോ? നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത നിസ്കാരം നിർവഹിച്ചിരിക്കണം. അത് ഷർത്താണ്. മൂന്നാമത്തെ ഷർത്ത്, ഇപ്പൊ നമ്മൾ ഈ വിഷയം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ട്, നിസ്കാരങ്ങൾ എങ്ങനെയാ ഉണ്ടാവുക? ജംഉം ഖസ്റുമായിട്ടാണ് നിസ്കാരങ്ങൾ ഉണ്ടാവുക. നമ്മൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഉദാഹരണത്തിന് ളുഹർ നിസ്കാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സലാം വീട്ടുന്നതിന് മുൻപായി നിസ്കാരത്തിൽ നമ്മുടെ മനസ്സിൽ നിയ്യത്ത് കൊണ്ടുവരണം, അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി. മൂന്നാമത്തെ ഷർത്ത് നിയ്യത്താണ്. അങ്ങനെ ഒരാൾ നിയ്യത്ത് വെച്ചിട്ടില്ല, ഇമാമ അടുത്ത നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്താണ് പിന്നിലുള്ള മഅ്മൂമിന് ഓർമ്മ വരുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, നിയ്യത്ത് വെച്ചിട്ടില്ല. ആ ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ജംആക്കി നിസ്കരിക്കാൻ കഴിയില്ല. അസർ വാങ്ങു കൊടുത്താൽ അസർ എന്ത് ചെയ്യണം, നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നിസ്കാരത്തിന്റെ ഇടയിൽ എപ്പോഴായാലും പ്രശ്നമില്ല. കൈകെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സലാം കിട്ടുന്നതിന്റെ ഇടയിൽ ഏത് സമയത്താണെങ്കിലും മനസ്സിൽ നിയ്യത്ത് കരുതുക, അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി. അപ്പൊ ആ നിയ്യത്ത് നിർബന്ധമാണ്, ഷർത്താണ്. നാലാമത്തെ ഷർത്ത്, ഈ രണ്ട് നിസ്കാരങ്ങളും നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞു. ളുഹറും അസറും നമ്മൾ നിസ്കരിച്ചു. അസറിന്റെ സമയമാകുന്നതിന് മുൻപ് നമ്മുടെ യാത്ര അവസാനിക്കാൻ പാടില്ല. നമ്മുടെ യാത്ര എപ്പോഴാ അവസാനിക്കല്? എപ്പോഴാ എപ്പോഴാ അവസാനിക്കുക? ഷൈനോ എപ്പോഴാ? മഗ്‌രിബിന്. എപ്പോഴാ? തിരിച്ചു പോകുമ്പോ അല്ലേ? തിരിച്ച് റിയാദിലെത്തുമ്പോ, അതായത് ശനിയാഴ്ച രാത്രി വരെ നമ്മൾ എന്താണ്, യാത്രക്കാരാണ്. ആ നല്ല പരിപാടി അല്ലേ? ഇനിയിപ്പോ അറബിലെത്തി കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, അറബിലെത്തിയാ വേഗം പോയി അവിടെ പോയി നിസ്കരിക്കുക. അവ ഏതായാലും തിരിച്ച് നമ്മൾ റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ളുഹറും അസറും നിസ്കരിച്ചു കഴിഞ്ഞു. അസർ വാങ്ങു കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ അവിടെ എത്തി, തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി, അല്ലെങ്കിൽ നമ്മുടെ യാത്ര അവസാനിച്ചു. എന്നാൽ അസർ വാങ്ങു കൊടുത്താൽ എന്ത് ചെയ്യണം? ഞാൻ നിസ്കരിച്ചാണെന്ന് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറ്റുമോ? ആ അസർ നിസ്കാരം എന്ത് ചെയ്യണം? മടക്കണം. അപ്പൊ യാത്ര എന്ത് ചെയ്യാൻ പാടില്ല, അവസാനിക്കാൻ പാടില്ല. ആ നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുൻപ്. ഈ 4 ഷർത്തുകളാണ് ഒരാൾ മുന്തിച്ച് ജംആക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയിപ്പോ ഉദാഹരണത്തിന് നമ്മളിപ്പോ ളുഹറിന് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഭക്ഷണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിസ്കാരത്തെ അസറിന്റെ സമയത്തേക്ക് പിന്തിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ പ്രധാനമായിട്ടും 2 ഷർത്തുകളാണ് ശ്രദ്ധിക്കാനുള്ളത്. പ്രധാനമായിട്ടും 2 ഷർത്തുകളാണ്. ഒന്ന് നിയ്യത്ത്. ളുഹർ വാങ്ങു കൊടുത്തു, അസർ വാങ്ങു കൊടുക്കുന്നതിന് മുൻപായിട്ട്, അസറിന്റെ സമയമാകുന്നതിന് മുൻപായിട്ട് നിയ്യത്ത് കൊണ്ടുവരിക, ഈ ളുഹർ നിസ്കാരത്തെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി. നമ്മളിപ്പോ യാത്രയിലാണ്, ളുഹർ വാങ്ങു കൊടുത്തു, നമ്മൾ അടുത്ത സ്ഥലം, ഇനി നിർത്തുന്ന സ്ഥലം അസർ വാങ്ങു കൊടുത്തതിന് ശേഷമാണ് എത്തുക. അപ്പൊ ഒരാൾ എന്ത് ചെയ്തില്ല, ളുഹർ വാങ്ങു കൊടുത്തതിന്റെ ശേഷം നിയ്യത്ത് വെച്ചില്ല. ആ ളുഹർ നിസ്കാരത്തെ എന്ത് ചെയ്യാൻ, അസറിലേക്ക് പിന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ നിയ്യത്ത് വെച്ചില്ല. നമ്മൾ അടുത്ത സ്ഥലത്ത് ഇറങ്ങുമ്പോ അസറിന്റെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അയാളുടെ ളുഹർ നിസ്കാരം എന്തായി പോകും, അദാ ആയി പോകും. അപ്പോ ആ സമയമാകുന്നതിന് മുൻപ് വേണം നിയ്യത്ത് കരുതാൻ. നിയ്യത്ത് കരുതിയിട്ടില്ല എങ്കിൽ ആ നിസ്കാരം അദാ ആയി പോകുന്നതാണ്. രണ്ടാമത്തെ ഷർത്ത്, ഈ 2 നിസ്കാരങ്ങളും നമ്മുടെ യാത്ര അവസാനിക്കുന്നതിന് മുൻപ് വേണം നിസ്കരിക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ച് റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മഗ്‌രിബും ഇശാഉം എന്ത് ചെയ്തിട്ടില്ല,
നിസ്കരിച്ചിട്ടില്ല. മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കിയിട്ടുണ്ട്. ഈ രണ്ട് നിസ്കാരങ്ങളും നിസ്കരിച്ചിട്ടുമില്ല. റിയാദിലേക്ക് തിരിച്ച് തിരിച്ചെത്തി നമ്മുടെ യാത്ര അവസാനിച്ചു എങ്കിൽ നമ്മുടെ മഹല്ലിലെത്തിയാൽ ആ മഗ്രിബ് നിസ്കാരം എന്തായി പോകും? ഖളാ ആയി പോകും. അപ്പൊ യാത്ര അവസാനിക്കുന്നതിന് മുൻപായിരിക്കണം ഈ പിന്തിച്ച് ജംആക്കിയിട്ടുള്ള നിസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത്. ഈ രണ്ട് ഷർത്തുകളാണ്. പിന്തിച്ചാണ് ഒരാൾ ജംആക്കുന്നത് എങ്കിൽ ശ്രദ്ധിക്കാനുള്ളത്. ഇനി ആദ്യത്തെ നിസ്കാരം ആദ്യം നിർവഹിക്കണം എന്നുള്ളതൊക്കെ ഷർത്തല്ല, മറിച്ച് സുന്നത്താണ്. ഒരാൾ പിന്തിച്ച് ജംആക്കി, ഉദാഹരണത്തിന് ഞാൻ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കിയിട്ടുള്ള വ്യക്തിയാണ്. ഹറമിലേക്ക് എത്തുമ്പോൾ അവിടെ ഇശാഇന്റെ ജമാഅത്ത് നടക്കുന്നുണ്ട്. ആ മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല. എന്താ ചെയ്യാ? എന്ത് ചെയ്യേണ്ടത്? ആയിഷ നിസ്കരിക്കുക, അതിന്റെ ശേഷം മഗ്രിബ് നിസ്കരിച്ചാൽ മതിയാകും. കാരണം പിന്തിച്ച് ജംആക്കുന്ന സമയത്ത് ആദ്യത്തെ നിസ്കാരം ആദ്യം നിർവഹിക്കണം എന്നുള്ളത് എന്തല്ല, ഷർത്തിൽ പെട്ടതല്ല. അപ്പൊ ആ രൂപത്തിലാണ് ജംഉം ഖസ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ പറഞ്ഞു രണ്ട് മർഹല. ഈ രണ്ട് മർഹലക്കപ്പുറം യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ പറയപ്പെട്ട രൂപത്തിൽ എന്തുണ്ട്? നിസ്കരിക്കാനുള്ള അവസരമുണ്ട്. അതായത് യാത്രക്കാർക്കുള്ള ഒരു ഓഫറാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ യാത്ര രണ്ട് മർഹലയിൽ നിന്ന് മാറി 3 മർഹലയ്ക്കപ്പുറമായാലോ, 3 മർഹലയും കടന്നുള്ള യാത്രയാണ് എങ്കിൽ അവർക്ക് ഖസ്ർ എന്താണ്? അഫ്ളലാണ്. കൂലി കൂടുതൽ ഏതിനാ? ഖസ്റിനാണ്. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മളിപ്പോ ഇന്ന് നേരെ ത്വായിഫിലെത്തിയ സമയത്ത് അവിടെ എത്തുമ്പോൾ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുക്കും. അപ്പൊ അവിടുന്ന് എല്ലാവരും എന്ത് ചെയ്തു? മഗ്രിബ് അവിടുന്ന് നിസ്കരിച്ചു. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മഗ്രിബും ഇശാഉം അവിടുന്ന് നിസ്കരിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി, ഇശാ നിങ്ങൾക്ക് ഹറമിലെത്തിയിട്ട് നിസ്കരിക്കാം. അവിടുന്ന് ആ കൂലി വെറുതെ കളയണ്ടല്ലോ. ഏതായാലും നിങ്ങൾ മഗ്രിബ് മാത്രം അവിടുന്ന് നിസ്കരിച്ചു. അങ്ങനെ നമ്മൾ ഹറമിലെത്തി. അവിടെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ട് എങ്കിൽ അങ്ങനെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തര് ഒറ്റയ്ക്കായിട്ട് നിസ്കരിക്കും. അപ്പൊ അവിടെ ഇനി ജമാഅത്തായിട്ടാണ് ഞാൻ നിസ്കരിക്കുന്നത് എങ്കിൽ ഞാൻ നിങ്ങളോട് പറയാണ്, ഫർളായ ഇശാ നിസ്കാരം 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്യാൻ പറയുമ്പോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കൂലേ, ഇവിടുന്ന് മഗ്രിബ് മാത്രം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്, ഹറമിൽ ഭയങ്കര കൂലിയാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ മതിയെന്ന് ചിന്തിക്കൂലേ? 4 നിസ്കരിച്ച കൂലി കൂടുതലല്ലേ? 1 റക്അത്തിന് എത്രയോ കൂലി? 1 ലക്ഷമല്ലേ കൂലി അല്ലേ? ഹറമിൽ എത്ര കൂലി? 1 ലക്ഷം. അപ്പൊ ഞാൻ പറയുകയാണ് 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാലോചിക്കൂലേ, ഇയാളിപ്പോ എന്ത് പരിപാടിയാണെങ്കിൽ 2 റക്അത്ത് കൂടി നിസ്കരിക്കാൻ എത്ര സമയം വേണം? നമ്മുടെ കൂലി കളയല്ലേ എന്ന് ചിന്തിക്കൂലേ? എന്തൊന്നും ഉണ്ടാത്ത ചിന്തിക്കൂലേ? ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്തു? നിങ്ങളോട് മീഖാത്ത് നിങ്ങൾ മഗ്രിബ് നിസ്കരിക്കണ്ട, മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിച്ച് ജംആക്കിക്കോളി. ഹറമിലെത്തിയിട്ട് മഗ്രിബ് എന്ത് ചെയ്യാം? അവിടുന്ന് നിസ്കരിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മഗ്രിബും ഇശാഉം ഹറമിലെത്തി നിസ്കരിക്കും. അപ്പൊ നമ്മൾ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ 3 റക്അത്ത് മഗ്രിബ് നിസ്കരിക്കും. ഇശാ എത്ര നിസ്കരിക്കുക? 2 റക്അത്ത്. അപ്പോൾ ഇശാ എത്ര നിസ്കരിക്കുന്നത്? 2 റക്അത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമോ? ഒന്നും തോന്നൂല അല്ലെ? കാരണം എന്താ? എല്ലാം കൂടി 5 റക്അത്തില്ലേ അല്ലെ? മഗ്രിബ് 3, ഇശാ 2, 5 റക്അത്തുണ്ട്. അൽഹംദുലില്ലാ, സന്തോഷമായി. മഗ്രിബ് അവിടെ നിസ്കരിച്ച് ഇവിടുന്ന് ഇശാ നിസ്കരിക്കുമ്പോ 2, അത് ഇച്ചിരി കുറവായി പോയി. നമുക്ക് വേഗം മനസ്സിലാകാൻ വേണ്ടി ഒരു ലോജിക്ക് പറഞ്ഞുതരാം. അതായത് ഒരാള് ജോലി അന്വേഷിക്കുമ്പോ
ഒരു 3 ഓഫർ ലെറ്റർ വന്നു. 3 കമ്പനിയിൽ നിന്ന് വേറെ വേറെ വിധങ്ങളായ കമ്പനിയിൽ നിന്ന് 3 ഓഫർ ലെറ്റർ. എല്ലാം ഒരേ ഫീൽഡാണ്, സാലറിയും ഒന്നാണ്. വ്യത്യാസമുള്ളത് ടൈം മാത്രമാണ്. ഒരു കമ്പനിയിൽ 8 മണിക്കൂർ ഡ്യൂട്ടി, ശമ്പളം 4000. അടുത്ത കമ്പനിയിൽ 10 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, സാലറി 4000 ഉള്ളൂ. അടുത്ത കമ്പനിയിൽ 12 മണിക്കൂർ ഡ്യൂട്ടി, സാലറി 4000. ബുദ്ധിയുള്ള നമ്മൾ ഏതാ തിരഞ്ഞെടുക്കുക? 12 മണിക്കൂറല്ലേ അല്ലേ? ഏതാ തിരഞ്ഞെടുക്കുക? 8 മണിക്കൂർ അല്ലേ? നമ്മൾ മലയാളികളല്ലേ? 8 മണിക്കൂർ അല്ലേ? കുറച്ച് പണിയെടുക്കുക, കൂടുതൽ ശമ്പളം വാങ്ങുക. ആ ഒരു ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. കുറച്ച് പണിയെടുക്കുക, കൂടുതൽ ശമ്പളം വാങ്ങുക. അപ്പൊ ഈ 3 മർഹലക്കപ്പുറം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അസറിനാണ് എന്ത് കൂടുതൽ? കൂലി കൂടുതൽ. കുറച്ച് പണിയേ ഉള്ളൂ, കൂലി കൂടുതലും കിട്ടും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കസറാക്കി നിസ്കരിക്കുന്നത്. അല്ലാതെ സമയം പല ആളുകളും ഉസ്താദ് എത്ര സമയം വേണം ഒരു 2 റക്അത്തോട് നിസ്കരിക്കാൻ, അപ്പൊ ആ 2 റക്അത്തോട് ചേർത്ത് നിസ്കരിച്ചൂലേ എന്ന് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി തുടക്കത്തില് പറഞ്ഞു തന്നതാണ്. അപ്പൊ ആ രൂപത്തിലായിരിക്കും നമ്മുടെ യാത്രയിലുള്ള നിസ്കാരങ്ങൾ ഉണ്ടാവുക. ജമ്മുങ്കസർ മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ആദ്യം എല്ലാവരും എന്ത് ചെയ്യുക? ളുഹർ നിസ്കരിക്കുക. ഫർളായ ളുഹർ നിസ്കാരം 2 റക്അത്ത് ഖസ്റാക്കി അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു നിയ്യത്ത് ചെയ്ത് ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക. നിസ്കാരത്തിന്റെ ഇടയിൽ എപ്പോഴായാലും കുഴപ്പമില്ല. സലാം വീട്ടുന്നതിന് മുൻപ് മനസ്സിൽ നിയ്യത്തിനെ കരുതുക. അസറിനെ ളുഹറിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കാൻ ഞാൻ കരുതി. നിയ്യത്ത് വെച്ച് സലാം വീട്ടിയതിന്റെ ശേഷം മുന്തിച്ച് ജംആക്കിയ അസർ നിസ്കാരം 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അസർ നിസ്കാരം 2 റക്അത്ത് ഖസ്റാക്കി നിസ്കരിക്കുക. അപ്പൊ ഈ രൂപത്തിലാണ് മുന്തിച്ച് ജംആക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കാനുള്ളത്. അതുപോലെ ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞ് കയറിയാൽ നമുക്ക് ഉംറയെ കുറിച്ചും മറ്റൊക്കെ വിശാലമായിട്ട് തന്നെ ചർച്ച ചെയ്യണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് ചെറിയ ഒരു വിഷയം മാത്രം സൂചിപ്പിച്ച് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ഭക്ഷണം കഴിച്ച് കയറിയതിന്റെ ശേഷം ബാക്കി വിഷയങ്ങൾ പറയാം. അപ്പൊ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് അല്ലേ? സഹകരണം വേണ്ടേ? നിങ്ങളൊക്കെ ഇരുന്ന് ഉറങ്ങാൻ ഞാനിവിടെ നിന്ന് പറയാം, അതൊരു സുഖമില്ല. പൊതുവെ ഇത്രയും ബാച്ചിലേഴ്സ് ബുധനാഴ്ചത്തെ ട്രിപ്പുകളിൽ മാത്രമാണ് ഉണ്ടാവുക. വ്യാഴം ദിവസങ്ങളിലൊക്കെ കൂടുതലും ഫാമിലീസ് ആയിരിക്കും. ഒരു 10 പേരൊക്കെ ബാച്ചിലേഴ്സ് ഉണ്ടാവാനുള്ളൂ. അപ്പോൾ പൊതുവെ ബാച്ചിലേഴ്സ് കൂടുതലാകുമ്പോൾ കുറച്ച് ആവേശം കൂടുതലുള്ള ട്രിപ്പുകളായിരിക്കും. അവ ഏതായാലും നിങ്ങളുടെ സഹകരണം വേണം. എന്തെങ്കിലും ചോദിച്ചാൽ എന്ത് ചെയ്യുക? റിപ്ലൈ തരിക അല്ലെ? ക്ലാസ്, അതുപോലെ വയല്, പ്രസംഗം, ഇതെല്ലാം ഇഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ആയിരിക്കും നമ്മളെല്ലാം ഓരോ ആളുകളും അല്ലെ? തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ആളുകളും വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ആളുകൾ, വിവിധ നാടുകളിൽ നിന്ന് വന്ന വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ചില ആളുകൾക്ക് പത്തിരി പൊറോട്ടയും ബീഫും ആയിരിക്കും ഇഷ്ടം. അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ പൊറോട്ടയും ബീഫും ഇഷ്ടം ഉണ്ടാവില്ല, ബിരിയാണി ആയിരിക്കും ഇഷ്ടം അല്ലേ? അപ്പൊ അങ്ങനെ വ്യത്യസ്ത ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, ചില ആളുകൾക്ക് വയലായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ക്ലാസ് കേൾക്കാനായിരിക്കും ഇഷ്ടം, മറ്റു ചില ആളുകൾക്ക് പ്രസംഗത്തിനോടായിരിക്കും താല്പര്യം. ഏതാ വേണ്ടത്? ചരിത്രോ? ഏതാ വേണ്ടത്? ഈ 3 ഏതാ വേണ്ടത്? 3 ഏതാ? സിനാനെ ഏതാണ്? പ്രസംഗം വേണോ, വയറ് വേണോ, ക്ലാസ് വേണോ? ഏതാ വേണ്ടത്? ക്ലാസ്. ക്ലാസ് വേണമെങ്കിൽ
എന്ത് വേണം? ഇവിടുന്ന് ഒരാള് ക്ലാസ് എടുക്കുക, എല്ലാവരും നോക്കാം. ക്ലാസ് ആവുമോ? ക്ലാസ് ആവൂല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ചോദിക്കും. ചിലപ്പോ ഇപ്പൊ സിനാന്റെ പേര് വിളിച്ചു വരും, വേറെ ആരെങ്കിലും പേരായിരിക്കും വിളിക്കുക. അപ്പൊ ആരെങ്കിലും പ്രശ്നമുണ്ട്? അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തുടക്കത്തിൽ പറയണം, ഉസ്താദേ എന്റെ പേര് വിളിക്കരുത്, എനിക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആളുടെ പേര് വിളിക്കൂല. അല്ലെ? നമ്മൾ നല്ല ഒരു 3 ദിവസമാണെങ്കിലും നല്ല റാഹത്തായ രൂപത്തിൽ ഒരു കുടുംബം പോലെ പോയാൽ നമുക്ക് നല്ല രൂപത്തിൽ നമ്മുടെ യാത്ര പൂർത്തീകരിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഒരു കപ്പലിൽ 80 ആളുകൾ നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് പോലെ, നമ്മുടെ കപ്പലിലല്ല ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്, അതുപോലെ കപ്പലിൽ 80 ആളുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. യാത്ര മധ്യേ കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയി. കപ്പലിലുണ്ടായിരുന്ന ഓരോ ആളുകളും രക്ഷപ്പെടാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. ഈ കപ്പൽ മുങ്ങിപ്പോകുന്നത് ഒരു ഉപദ്വീപിന്റെ അടുത്ത് വെച്ചിട്ടുമാണ്. അപ്പൊ ആളുകൾ കാണുന്നുണ്ട് അടുത്തൊരു ഉപദ്വീപ്, എല്ലാവരുടെയും ലക്ഷ്യം ആ ഉപദ്വീപാണ്. എങ്ങനെയെങ്കിലും ജീവൻ പോകാതെ ആ ഉപദ്വീപിലേക്ക് എത്തിച്ചേരണം. അങ്ങനെ ഓരോ ആളുകളും, നീന്തലറിയുന്ന ആളുകൾ നീന്തി രക്ഷപ്പെടുന്നു, അല്ലാത്ത ആളുകൾ കപ്പലിന്റെ ഓരോ പാളികളിലും പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 80 ആളുകളാണ് അവരുള്ളത്. അങ്ങനെ ഈ ഉപദ്വീപിലേക്ക് എല്ലാ ആളുകളും എത്തി. അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, നേതാവ്, അമീറായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആള്. അദ്ദേഹം എല്ലാവരെയും എണ്ണി നോക്കി 80 ആളുകളും രക്ഷപ്പെട്ടിട്ടുണ്ട്. കാര്യമായ പരിക്കുകളൊന്നും ആർക്കും സംഭവിച്ചിട്ടില്ല. ആ സമയത്ത് ഈ 80 ആളുകളെയും അവിടെയുള്ള പട്ടാളക്കാര് പിടികൂടി. പട്ടാളക്കാര് പിടികൂടിയിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? എന്താണ് നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം, ഉദ്ദേശം? അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഇവരോട് ചോദിച്ചു. സത്യമായ വ്യക്തമായ മറുപടികൾ ആ പട്ടാളക്കാരോട് ഇവർ പറഞ്ഞു. ഞങ്ങൾ ഇന്ന നാട്ടിൽ നിന്ന് വരികയാണ്, ഇന്ന നാട്ടിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്, പക്ഷേ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ കപ്പൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയി. അപ്പൊ ഈ അടുത്ത് കണ്ട ഉപദ്വീപിൽ അഭയം പ്രാപിച്ച ആളുകളാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ 80 ആളുകളെയും കൂട്ടി ആ പട്ടാളക്കാര് നേരെ രാജസന്നിധിയിൽ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ നാട് കണ്ട്, ആ ഉപദ്വീപ് കണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടിട്ടാണ് ഇവർ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരുന്നത്. രാജാവും ഇവരോട് അതേ ചോദ്യങ്ങൾ ആവർത്തിച്ചു. അതേ മറുപടികൾ രാജാവിനോടും ഇവർ പറഞ്ഞു. ആ സമയത്ത് രാജാവ് ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഫേവർ തരാം. അതായത് ഇപ്പൊ സമയം 2 മണിയായിട്ടുണ്ട്, രാത്രി 2 മണി. 6 മണി വരെ നിങ്ങൾക്ക് ഞാൻ സമയം തരാം. 6 മണി, 4 മണിക്കൂർ മുന്നിലുണ്ട്. ഈ 6 മണിക്ക് നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞാൻ ഒരുക്കി തരും. 6 മണി കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരാളെ പോലും ഇവിടെ കാണാൻ പാടില്ല. 6 മണി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. 6 മണി കഴിഞ്ഞാൽ നിങ്ങളെ ആരെയും ഇവിടെ കാണരുത്. പക്ഷേ ഈ 6 മണി വരെ നിങ്ങൾക്ക് ഇവിടുന്ന് എന്തു വേണമെങ്കിലും കൊണ്ടുപോകാം. അതിനാരും നിങ്ങളെ തടയൂല, നിങ്ങൾക്ക് ആർക്കും തടസ്സം നിൽക്കൂല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് ഈ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പൊ ആ നാടിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഒരു കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ആ നാട് കണ്ട് അത്ഭുതപ്പെട്ടത്, ഇവിടെ കാണുന്നത് പോലെ കല്ലുകളും മുള്ളുകളും ചെടികളും മരങ്ങളൊന്നും അല്ല അവിടെ ഉള്ളത്. ഇതിനൊക്കെ പകരം അവിടെ മുഴുവനും പവിഴങ്ങളും മുത്തുകളും മരതകങ്ങൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന ഒരു വ്യത്യസ്തമായ നാട്ടിലേക്കാണ് ഇവർ എത്തിപ്പെട്ടത്. രാജാവ് ഇവരോട് പറയുകയും ചെയ്ത്, എന്തുവാണെങ്കിലും നിങ്ങൾ എടുത്തോളൂ, ആരും നിങ്ങളെ തടയാൻ വരൂല. പക്ഷെ 6 മണി കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ കണ്ടാൽ നിങ്ങളുടെ തല ഞാൻ എടുക്കും. ഇവരുടെ കൂട്ടത്തിൽ ഈ 80 ആളുകളിൽ 3 വിഭാഗം ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ പറഞ്ഞു, ഇനി ഒന്നും നോക്കാനില്ല,
വേഗം പരിപാടി തുടങ്ങും. 4 മണിക്കൂർ നമുക്കുണ്ട്. ഈ 4 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യണം? കിട്ടുന്നത്ര മുത്തുകൾ ഇവിടുന്ന് ശേഖരിച്ച് കൊണ്ടുപോകണം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ മുത്ത് ശേഖരിക്കാൻ വേണ്ടി പോയി, സമയം കളയാനില്ല. രണ്ടാമത്തെ വിഭാഗമാണെങ്കിലോ ഇപ്പോൾ 2 മണി രാത്രി, ഉറക്കം വരുന്നുണ്ട്, ആകെ ക്ഷീണത്തിലാണ്, കപ്പലൊക്കെ അപകടത്തിൽപ്പെട്ട് ആകെ ടയേർഡായിട്ടാണുള്ളത്. നമുക്ക് ഏതായാലും ഒന്ന് ഉറങ്ങി ഒരു 4:30 മണിക്ക് എഴുന്നേക്കാം. 4:30 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ പൂർത്തിയാക്കി ബാക്കി 1 മണിക്കൂറുണ്ട്. ഈ 1 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം? മുത്ത് ശേഖരിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താം. 1 മണിക്കൂർ മുത്ത് ശേഖരിച്ചാൽ തന്നെ എത്ര മുത്ത് ശേഖരിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഉറങ്ങാൻ വേണ്ടി പോയി. മൂന്നാമത്തെ വിഭാഗമാണെങ്കിലോ അവര് പറഞ്ഞു, നമുക്ക് ഈ നാട് മുഴുവനും ഒന്ന് ചുറ്റിക്കണ്ടു വന്നാലോ. ഈ ദ്വീപ് നമ്മൾ കുറച്ച് ഭാഗം കൊട്ടാരത്തിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ഭാഗം മാത്രമാണ് കണ്ടത്. അത് തന്നെ വളരെ മനോഹരമായ രൂപത്തിലാണുള്ളത്. നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി ചുറ്റിക്കണ്ട് പോകുന്ന സമയത്ത് കിട്ടുന്ന എത്രയാണോ അതും ആയിക്കൊണ്ട് പോകാം. അങ്ങനെ കിട്ടിയാലും വെറുതെ കിട്ടുന്നതല്ലേ, ലാഭമല്ലേ, കിട്ടുന്നത് വാരിക്കൊണ്ട് പോകാം എന്ന ഉദ്ദേശത്തിൽ മൂന്നാമത്തെ വിഭാഗം ആളുകൾ നാട് മുഴുവനും ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി പോയി. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇങ്ങനെ ഒരു ചാൻസ്, ഇങ്ങനെ ഒരു അവസരം നിങ്ങൾക്കാണ് കിട്ടിയത് എങ്കിൽ, ഈ 80 ആളുകളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട് എങ്കിൽ, നിങ്ങൾ ഈ പറയപ്പെട്ട 3 വിഭാഗത്തിൽ ഏത് വിഭാഗത്തിലായിരിക്കും പെടുക? ഇതില 3, ഇതില 3, 1, 1, 3, 1. നിങ്ങളെത്രയാ? എല്ലാരും രക്ഷപ്പെടും. ഈ 3 വിഭാഗത്തിൽ പെട്ടിട്ട് രക്ഷപ്പെടും. അതുകൊണ്ടല്ലേ കാര്യമുള്ളൂ അല്ലേ? മൂന്നാമത്തെ അല്ലേ, കാഴ്ച കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകള്. അവ 3ഉം 1ഉമാണ് ഉള്ളത്. നിങ്ങളേതാ? 3. എല്ലാരും 3ന്റെ ആളുകളാണ് അല്ലേ? ഇനി ഈ പറയപ്പെട്ട സംഗതിയെ നമുക്ക് എന്ത് ചെയ്യാം? ആത്മീയമായ ലെവലിലേക്കൊന്ന് കൺവേർട്ട് ചെയ്ത് ഈ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മളിപ്പോ ആദ്യം പോകുന്നത് മക്കയിലേക്കാണ് അല്ലേ? മക്കയിലെ പള്ളിയുടെ പേരറിയോ? മക്കയിലുള്ള പള്ളിയുടെ പേര് മസ്ജിദുൽ ഹറാം അല്ലേ? മസ്ജിദുൽ ഹറാം. ഇനി നാളെ മദീനയിൽ പോകാനുണ്ട്. മദീനത്തെ പള്ളിയുടെ പേരെന്താ? മസ്ജിദുൻ നബവി. മക്കയിലെ പള്ളി മസ്ജിദുൽ ഹറാം, മദീനയിൽ മസ്ജിദുൽ നബവി. ഈ 2 പള്ളികൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്കൊക്കെ പരിചയമുള്ള, നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ള ഒരു പ്രത്യേകത ഏതാ? ഈ 2 പള്ളികൾക്കുമുള്ള ഒരു പ്രത്യേകത എന്താണ്? എന്താണ്? പ്രതിഫലം കൂടുതലാണ് അല്ലെ? കൂലി കൂടുതലാണ്. അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ അവിടെ എത്തി നമ്മൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ കൂലി എത്രയാ? 1,00,000 റക്അത്ത് നിസ്കരിച്ച കൂലി. അവിടുന്ന് ഒരു സുന്നത്ത് ചെയ്തു, എത്ര കൂലി? 1,00,000 സുന്നത്ത് ചെയ്ത കൂലിയാണ്. അവിടുന്ന് 1 റിയാൽ ഒരാൾക്ക് സ്വതപ്പ് കൊടുത്തു. 1,00,000 റിയാൽ സ്വതപ്പ് കൊടുത്ത കൂലിയാണ്. അപ്പൊ അങ്ങനെ കൂലി വളരെ കൂടുതൽ. ഇനി മദീനയിലെത്തിയാലോ എത്ര കൂലി? അവിടുന്നും ഇതേപോലെ 1,00,000 ഇല്ല, കൂലി എത്രയാണ്? 1000. 1 റക്അത്ത് നിസ്കരിച്ചു, 1000 കൂലിയാണ് മദീനത്തെ മസ്ജിദുൻ നബവിയിൽ. അതുപോലെ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും കൂലി എത്ര ഉണ്ട്? 1000 അല്ലേ? മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ കൂലി നമുക്ക് കിട്ടുമോ? കിട്ടൂല. മറ്റുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു കൂലി നമുക്ക് ലഭിക്കൂല.
റിയാദിലുള്ള ഏറ്റവും വലിയ പള്ളിയിൽ പോയി നിസ്കരിച്ചാലും ഈ പറയപ്പെട്ട ഒരു പ്രത്യേകത അവിടെ ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ ഓരോരുത്തരും ആദ്യമായിട്ട് പോകുന്ന ആളുകളുണ്ട്, ഉംറയ്ക്ക് പോയി പരിചയമുള്ള ആളുകളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ യാത്ര പെണ്ണുങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഞാനിവിടെ ഉള്ള ആളല്ലേ, എനിക്കെപ്പോണെങ്കിലും വരാലോ, പെണ്ണുങ്ങൾ വല്ലപ്പോഴും വരുന്നല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം, നുസ്കോ അങ്ങനെ എന്തെങ്കിലും. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ യാത്ര പൂർത്തീകരിക്കും എന്ന് ഉറപ്പുള്ള ഒരാളുണ്ടെങ്കിൽ കൈവക്കാൻ പറഞ്ഞാൽ എത്ര ആളുകൾ കൈവക്കും? എത്ര ആളുകൾ കൈവക്കാം? ആരും കൈവക്കൂലല്ലേ? ഈ യാത്ര തന്നെ നമ്മളിൽ എത്ര ആളുകൾ പൂർത്തീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്കില്ല. യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ എങ്ങനെ എത്തിക്കുന്നത്. എനിക്കെപ്പോണെങ്കിലും വരാലോ അല്ലെ, അടുത്ത യാത്ര അതൊന്നുകൂടി ഉഷാറാക്കണം, അടുത്ത യാത്ര ഒന്നുകൂടി കളറാക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോയിട്ടുള്ള ആളുകളാണെങ്കിൽ വീണ്ടും പോകാനുള്ള അവസരം, ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്ക് ആദ്യമായിട്ട് പോകാൻ കിട്ടിയ വലിയൊരു മഹാസൗഭാഗ്യം. ഈ ഒരു അവസരത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗം, ഒരു വഴി. കാരണം ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയാൽ ഇനി അടുത്ത യാത്രക്ക് ഒരു അവസരം ഉണ്ടാകുമോ ഇല്ലേ എന്ന് പോലും നമുക്ക് ആർക്കും ഒരു ഉറപ്പും ഇല്ല. ഏത് സമയം വേണമെങ്കിലും മരണം നമ്മെ പിടികൂടും. ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പെട്ടെന്നൊരു ദിവസം മരണപ്പെടുന്നു, നാളെ മുതൽ നമ്മുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥ അല്ലേ? ഇന്നലെ വരെ കളിച്ച് തിരിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, പെട്ടെന്നൊരു പ്രയാസം ഉണ്ടായി, വലിയ പ്രായമൊന്നുമില്ല, ചെറുപ്പക്കാരൻ. അപ്പോ മരണത്തിനെന്തില്ല, പ്രായപരിധിയൊന്നുമില്ല. ചെറുപ്പക്കാരനെന്നോ കൗമാരക്കാരനെന്നോ മധ്യവയസ്കനെന്നോ അങ്ങനെ പ്രായപരിധി ഇല്ലാതെ ഏത് സമയം വേണമെങ്കിലും മരണം നമ്മെ പിടികൂടാം. അപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ദിവസം നമ്മൾ മരണപ്പെടാനുണ്ട്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിലേക്ക് നമുക്ക് പോകണം. അവിടെ പോയാൽ ഇന്നലെ വരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാർ, ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇവരൊന്നും നാളെ അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവൂല. അവിടെ നമുക്ക് കൂടെ നാളെ ഉണ്ടാവുന്നത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട്. അവിടെ പ്രയാസപ്പെടുന്ന ആളുകൾ ഓരോ ഘട്ടത്തിലും പ്രയാസപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഞാൻ നിങ്ങൾക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞാൽ, എനിക്ക് സ്വർഗം വേണ്ട എന്ന് പറഞ്ഞാൽ ആരെങ്കിലും മാറിക്കോ? ആരും മാറി നിൽക്കൂല. എല്ലാവരുടെയും ലക്ഷ്യം സ്വർഗമാണ്. അല്ലാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഉണർത്താനുള്ള ഒന്നാണ് ഈ യാത്ര. വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. കൂലി കൂടുതലാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഈ നേരത്തെ പറഞ്ഞ ഒരു സംഗതിയെ നമുക്ക് ഇതിലേക്ക് ഒന്ന് യോജിപ്പിക്കാം. ഒന്നാമത്തെ വിഭാഗം ആളുകളാണ് എങ്കിൽ അവിടെ ഭൗതികമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമായിരുന്നു. മുത്തുകൾ ശേഖരിച്ചാൽ ദുനിയാവിൽ അടിച്ചു പൊളിച്ച് വിശാലമായി സുഖസുന്ദരമായി ജീവിക്കാം അല്ലേ? പക്ഷേ ഹറമിലെത്തി അവിടുന്ന് കൂലി കൂടുതലാന്ന് പറഞ്ഞു. നമ്മൾ അവിടുന്ന് ഒരു റക്അത്ത് നിസ്കരിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1 ലക്ഷം കയറുമോ? ഇല്ല അല്ലേ? പക്ഷേ നാളെ നമുക്കതെന്ത് ചെയ്യും? ഉപകരിക്കും. അപ്പൊ ആത്മീയമായി നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയുള്ള ആളുകൾ ഭൗതികമായ നേട്ടം കൈവരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നു. ഒന്നാമത്തെ വിഭാഗം ആളുകളാണെങ്കിൽ ഈ ഒരു അവസരം എനിക്ക് എപ്പോഴും ആഴ്ചക്ക് ഉംറക്ക് പോകാൻ വയ്ക്കുമോ? ആഴ്ചക്ക് ഉംറക്ക് പോകാൻ കഴിയൂല. അപ്പൊ ഈ ചില ആളുകൾ വർഷത്തിൽ ഒരിക്കലായിരിക്കും ഉംറക്ക് പോകുന്നത്.
അല്ലെങ്കിൽ ചിലപ്പോ വർഷങ്ങളോളം കാത്തിരുന്ന് ആദ്യമായിട്ട് ഉംറക്ക് പോകുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു കിട്ടിയ ഒരു ചാൻസ് എനിക്ക് ഉപയോഗപ്പെടുത്തണം. ഈ കൂലികളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം? ധാരാളം സമ്പാദിക്കണം. നാളെ ഉച്ചവരെ 2 മണി വരെയാണ് എനിക്ക് മക്കയിൽ സമയമുള്ളത്. ഈ സമയം എനിക്ക് എന്ത് ചെയ്യണം? ആഖിറത്തിലേക്ക് ധാരാളം സമ്പാദിച്ചു കൂട്ടണം. ഒന്നാമത്തെ ഭാഗം ആളുകൾ അങ്ങനെ ചിന്തിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം ചെലവഴിക്കുന്ന ആളുകൾ ആ രൂപത്തിൽ ചെലവഴിക്കും. രണ്ടാമത്തെ ഭാഗമാണെങ്കിലോ ഉംറ കഴിഞ്ഞോ 2 മണിയായി 3 മണി ആവാറായി, കുറച്ചൊരു ഉറക്കം പാസ്സാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി പോയി ക്ഷീണം കാരണം ഉറങ്ങി എഴുന്നേൽക്കുമ്പോ 8 മണിയോ 8 മണിയായി അല്ലേ, സുഖയില്ല ഒന്നുമില്ല, ഉറങ്ങിപ്പോയി. സമയം 8 മണിയായി. അത്രയും സമയം അവിടെ പാഴായിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ എത്തിയാൽ തീരെ ഒരു തുള്ളി പോലും ഉറങ്ങരുത്. ഉറങ്ങാതെ ഫുള്ള് അറങ്ങിപ്പോയിരിക്കണം എന്നല്ല പറഞ്ഞത്. ഒരാൾ വേണ്ട രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ്. പക്ഷെ ഉറക്കം മാത്രം ആയിപ്പോയാൽ അതും പ്രയാസമാണ്. ഏതായാലും മൂന്നാമത്തെ ആണെങ്കിലോ ഉസ്താദേ നിങ്ങളെ പണിയെടുത്തോളി, മക്കേ മദീനയൊക്കെ നമ്മൾ കുറെ കണ്ട് പരിചയമുള്ള ആളാണ്, നമ്മൾ കുറെ പോയതാ എന്ന് പറഞ്ഞ് ഇല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഒരു ബാച്ചിലർ റൂമിൽ 5 ആളുകൾ ഉണ്ട് എങ്കിൽ 4 പേര് പുതിയ ആളുകളായിരിക്കും. ഒരാള് പരിചയമുള്ള ആള്, പരിചയമുള്ള എന്ന് പറഞ്ഞാൽ നല്ല ഒരു 10-15 തവണ പോയിട്ടുള്ള ആള്. അപ്പൊ ആള് പറയും വേഗം റെഡിയാവും, വേഗമിട്ടോളി ഇറങ്ങില്, വെറുതെ സമയം കളയരുത്. മൂപ്പർക്ക് എന്താ പണി? മൂപ്പർക്ക് ഉറങ്ങണം അല്ലേ. മൂപ്പര് അവിടെ കിടന്നുറങ്ങുക, ബാക്കിയുള്ളവരെ പറഞ്ഞു വിടുക അല്ലേ. ഞാന് ഉസ്താദ് ഇവിടെ 2-3 ആളുകളൊക്കെ കാണാനുണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എത്ര പോയാലും വീണ്ടും വീണ്ടും പോകണം എന്നാഗ്രഹിക്കുന്ന, മനസ്സ് കൊതിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയപ്പെട്ട 2 സ്ഥലങ്ങളും. അങ്ങനെ നമ്മുടെ മനസ്സ് പറയുന്നില്ല എങ്കിൽ എന്തോ തകരാറ് നമ്മുടെ മനസ്സിന് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അതിനർത്ഥം. അത് പറയാനുള്ളത് വേണ്ട രൂപത്തിൽ എന്ത് ചെയ്യുക, സമയം ഉപയോഗപ്പെടുത്തുക. മദീനയിലെത്തിയാൽ രാത്രി മുഴുവനും മദീനത്തെ പള്ളിയിലായിരിക്കും ഉണ്ടാവുക. വേണ്ട രൂപത്തിൽ ആഖിറത്തിലേക്കുള്ളത് ധാരാളം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഏത് ഭാഗത്തിലാണ് പെടുന്നത്? 3-ലല്ലേ? ഏതിലാ? 1-ാമത്തെ ഭാഗത്തിൽ പെടുക. ധാരാളം സമയം വെറുതെ പാഴാക്കി കളയാതെ ഈ കിട്ടിയ ഒരു അവസരത്തെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു സൂചിപ്പിച്ചതുപോലെ فرب مخمصة شر من التخم. നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നല്ലപോലെ ഭക്ഷണം കഴിച്ചോളി, വയറ് നിറച്ച് മന്തിയും കഫ്സൊക്കെ അടിച്ചോളി, നല്ല രൂപത്തിൽ അമല് ചെയ്യാനുള്ളതാണ് അല്ലേ. രാത്രി ഉംറ ചെയ്യണം, ഉഷാറായിട്ട് ഉംറ ചെയ്യണം. അപ്പൊ ആരോഗ്യം വേണം, വയറ് നിറച്ച് കഴിച്ചോളി. വയറ് നിറച്ച് കഴിച്ചാൽ നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ? സൈഡാവൂലേ, നമ്മുടെ സൈഡായി പോവും, ക്ഷീണം പിടിക്കും, ഉറക്കം വരുന്നു, ആകെ തയ്യാറായി പോവും. ചില ആളുകളോട് പറയും, നീ വെറുതെ ഭക്ഷണം കഴിച്ച് ഇതുപോലെ നീ എന്താ ഉണ്ടാ, നിന്റെ ശരീരം കേടുവരുത്തണ്ട, ഭക്ഷണമൊന്നും കഴിക്കാതെ എന്നാ